ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷമാണ് ഇവിടെ തൃശൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരുമാണ് ജാഥയായി അണിനിരന്നിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. തൃശൂരിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ജാഥ നടക്കുന്നത്. സുരേഷ് ഗോപി, ബിജെപിയുടെ മറ്റ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ജാഥയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുന്നത്? വിവരങ്ങൾ. സ്വാതി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തിരംഗ യാത്ര എന്ന പേരിൽ ബിജെപി സംസ്ഥാനത്തുടനീളം നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ സ്വാഭിമാന യാത്ര എന്നുള്ള പേരിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ ബിജെപി അനുഭാവികളും മറ്റുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകളും സ്വരാജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ദേശീയ പതാകയുടെ രൂപത്തിലുള്ള ബലൂണുകളും ഒക്കെ പരിപാടിയുടെ ഭാഗമായി ഈ അലങ്കാരമായി ഉപയോഗിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. റോളർ സ്കേറ്റിംഗ് ചെയ്യുന്ന കുട്ടികളാണ് മുൻവശത്തുള്ളത്. ആ മുൻവശത്തെ ജാഥയിൽ മുന്നിൽ നടക്കുന്നു. തൊട്ടു പിന്നിൽ സ്ത്രീകളും വയോധികരും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. സുരേഷ് ഗോപി ഈ ജാഥയിൽ പ്രധാനമായി നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ബിജെപിയുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ എല്ലാവരും തന്നെ ജാഥയിൽ പങ്കെടുക്കുന്നു. തെക്കൻകാട് മൈതാനിയിൽ വെച്ചായിരിക്കും ഇതിന്റെ സമാപനം നടക്കുക. നായ്ക്കനാൽ ജംഗ്ഷനിൽ നിന്നും കാൽനടയായിട്ടാണ് ജാഥ ആരംഭിക്കുന്നത്. സ്വരാജ് റൗണ്ട് ചുറ്റി തെക്കൻകാട് മൈതാനിയിൽ വെച്ച് ഈ ജാഥ അവസാനിക്കും. ഏതായാലും ആ ജാഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ലെവിൻ, തൃശ്ശൂരിലാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ തിരംഗ യാത്ര നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് യാത്ര നടക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ജാഥയുടെ ഭാഗമായി പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളും ഭാരതത്തിന്റെ പതാകയും ഉയർത്തിയാണ് ജാഥ പുരോഗമിക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിലാണ് ജാഥ അവസാനിക്കുക. അവിടെയാണ് സമാപന സമ്മേളനം നടക്കുക. ജില്ലയിലെ നേതാക്കളും ജാഥയിൽ പങ്കെടുക്കുന്നു.